ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ സ്ഥലം മൗണ്ട് ജൂറയാണ്. ഈ മൗണ്ടെയിൻ എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡിലും ഫ്രാൻസിലും രണ്ടിലും സ്പ്രെഡായി കിടക്കുന്ന ഒരു മൗണ്ടെയിൻ ആണ്. ഈ മൗണ്ടെയിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ലേക്ക് ജനീവ ഫുള്ളായിട്ട് കാണാൻ പറ്റും. താങ്ക്ഫുള്ളി ഞാൻ പോയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കാരണം യൂഷ്വലി ഭയങ്കര തണുപ്പാണ്, പക്ഷെങ്കിൽ ഈ ദിവസം നല്ല ചൂടായിരുന്നു. ഇവിടുത്തെ വീടുകൾക്കൊക്കെ ഒരു ആൻഷ്യൻ കേരള ടച്ച് എനിക്ക് തോന്നാറുണ്ട്. അതിനിപ്പോൾ ഇവർ കേരളത്തിൽ വന്നപ്പോൾ നമുക്കുണ്ടായ ഇൻഫ്ലുവൻസ് ആണോ അതോ അവർ തിരിച്ചു വന്നപ്പോൾ അവർക്കുണ്ടായ ഇൻഫ്ലുവൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ആൻഡ് ഞാൻ കേട്ടത് ഇവിടുത്തെ ആൻഷ്യൻ വില്ലാസിന് ഭയങ്കര ഡിമാൻഡാണ്. ആൾക്കാർ കുറച്ച് വയസ്സൊക്കെ ആവുന്ന സമയത്ത് ജോലിയൊക്കെ മടുത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇതുപോലെ വീടൊക്കെ എടുത്ത് വില്ലാസൊക്കെ എടുത്ത് നിൽക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യം എന്നുള്ളത് എനിക്കറിയില്ല. രാവിലെ എണീറ്റ് ഈ മൗണ്ടെയിനിലേക്ക് വരാൻ വേണ്ടി ഡയറക്ഷൻ നോക്കുന്ന സമയത്താണ് ഈ ഗൂഗിൾ കാണിച്ചത് ഈ കേബിൾ റോപ്പ് അങ്ങോട്ടേക്കില്ല, അത് ക്ലോസ്ഡ് ആണ് എന്ന്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് സങ്കടമൊക്കെ ആയി. കാരണം ഇവിടം വരെ വന്നിട്ട് ഇവിടെ മൗണ്ട് ജൂറയിൽ പോകാമെന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മോശമല്ലേ. പിന്നെ വിചാരിച്ചു രണ്ടും കൽപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളത്. ആ വഴി തന്നെ ഭയങ്കര ഒരു കഠിനമായ ഒരു വഴിയായിരുന്നു. ലാസ്റ്റ് എങ്ങനെയൊക്കെയോ ഈ കുരങ്ങന്മാരൊക്കെ കയറുന്ന പോലെ കയറി എന്ന് പറഞ്ഞാൽ മതി. എൻ്റെ കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂസൊക്കെ അഴിച്ചു വെച്ചിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. കാരണം ട്രക്കിംഗ് ഷൂസ് ആയിരുന്നില്ല, ക്ലോസ്ഡ് ആണെന്ന് കണ്ടതുകൊണ്ട് തന്നെ വെറുതെ ഇവിടെ പോയി നോക്കി ജസ്റ്റ് നടന്നിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് വന്നത്. കയ്യിൽ മുള്ളു കൊണ്ടു, കാലിൽ മുള്ളു തെറിച്ചു, അങ്ങനെയൊക്കെ. പക്ഷേ വീഴാണ്ട് മേലെ എത്തി എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ മേലെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് അവരെന്തുകൊണ്ടാണ് ഈ കേബിൾ റോപ്പ് സ്റ്റോപ്പ് ചെയ്തേക്കുന്നതെന്നുള്ളത്. ഞാൻ പോയ ദിവസം മൗണ്ടെയിനേഴ്സിൻ്റെ ബൈക്ക് റേസിംഗ് നടക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ അന്വേഷിച്ചത് കൊണ്ട് നന്നായി. ഗൂഗിളിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഇവിടെ വരാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതൊരു നഷ്ടമായിരുന്നു. ഉച്ചയാകുമ്പോഴേക്കും അത് തുറക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കും പോവാം എന്നവർ പറഞ്ഞു. അതുവരെ ഈ സൈക്കിൾ റേസേഴ്സിന് മാത്രമേ അവിടെ പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. ഈ സൈക്കിൾ റേസിംഗ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരൊക്കെ ആ മൗണ്ടെയിനിൽ നിന്ന് വരുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് ടെൻഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റാൻഡായിട്ടാണ് അവർ വരുന്നത്. പക്ഷെ എന്ത് അടിപൊളിയായിട്ട് അവർ ലാൻഡ് ചെയ്യുന്നതെന്നറിയോ. നല്ല ബാലൻസ് ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് ശരിക്കും വാവ് തോന്നി അവർ വരുന്ന കണ്ടപ്പോൾ. ഈ മൗണ്ടെയിൻ്റെ ടോപ്പിൽ ഈ സ്നോ ഒക്കെ ഉള്ള അവിടെ പോകണമെങ്കിൽ നമ്മൾ ഈ കേബിൾ റോപ്പ് എടുക്കണം. സോ അതുവരെയുള്ള സ്ഥലത്തേക്ക് നമുക്ക് നടന്നിട്ട് വരാം, ഹൈക്കിങ്ങോ എന്താണെങ്കിലും. സോ ഈ കേബിൾ റോപ്പ് എടുക്കാൻ ബേസിക് ആയിട്ടുള്ള പേ എന്ന് പറയുന്നതാണ് ഈ €9 എന്ന് പറയുന്നത്. അല്ലാത്ത വേറെയും കുറേ പാക്കേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു 3ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുമ്പോൾ ഋഷികേശോ ഡെറാഡൂണോ അവിടെ എവിടെയോ പോയപ്പോഴാണ് ഈ കേബിൾ റോപ്പിൽ പോയേക്കുന്നത്. എനിക്ക് ചെറിയൊരു ഫോട്ടോ ഒക്കെ ഓർമ്മയുണ്ട് ആ പോയപ്പോൾ എടുത്തേക്കുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ വർഷമായിട്ട് എൻ്റെ ഓർമ്മയിൽ അതിന് ശേഷം ഞാൻ ഈ റോപ്പ് വേ യൂസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഇത് കണ്ടോ, എൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ ഈ ബൈക്കേഴ്സാണ്. ഇതിൻ്റെ ബാക്കിൽ, അതായത് റോപ്പ് വേയുടെ ബാക്കിൽ ഈ സൈക്കിളൊക്കെ വെച്ച് കെട്ടേണ്ട സെറ്റപ്പ് ഒക്കെ ഉണ്ട്. എനിക്കിതൊക്കെ കണ്ടിട്ട് ഭാവി പരിപാടി കൊള്ളാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. മാർച്ച് ഏപ്രിൽ എന്നൊക്കെ പറയുന്നത് ഈ വിൻ്റർ കഴിഞ്ഞ് അടുത്ത സീസൺ തുടങ്ങുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഐസൊക്കെ മെൽട്ടായിട്ടുണ്ടായിരുന്നു. അവിടെ ഇവിടെയൊക്കെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സ്റ്റിൽ ഐ ആം ഹാപ്പി. കാരണം ഞാനിവിടെ പോയി ടൈം വെച്ചിട്ട് എനിക്ക് ഇത്രയെങ്കിലും കാണാൻ പറ്റിയല്ലോ. ഈ മൗണ്ടെയിൻ റേസിന് വരുന്ന ആൾക്കാരൊക്കെ ഈ സ്നോയിലൂടെ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകും. നമുക്കിതിലൊക്കെ നിറയെ ആ ടയേഴ്സിൻ്റെ പാടൊക്കെ കാണാൻ പറ്റും. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നാമത് ക്ലിയർ സ്കൈ ആയിരുന്നു. അപ്പോൾ താഴെ ഇങ്ങനെ ഐസ്, മേലെ ആ ക്ലിയർ സ്കൈ. പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഞാൻ വേറെ തന്നെ ഒരു വേൾഡിലെത്തിയ ഒരു ഫീലായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നേച്ചറിൻ്റെ തന്നെ ഒരു ഡ്രോയിങ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കുറച്ച് ഫിലോസഫിക്കലായി സാഹിത്യപരമായിട്ടൊക്കെ എനിക്കിങ്ങനെ തോന്നിയ ഒരു സമയമായിരുന്നു ഇവിടെ ഉള്ളപ്പോൾ. ഞാൻ ഇങ്ങനെ എൻ്റെ പേരൊക്കെ എഴുതി കളിച്ചു. ഞാൻ ഇങ്ങനെ കുറേ നടന്ന് എനിക്കാണെങ്കിൽ ടോപ്പിൽ പോകണം, പിന്നെ എന്തെങ്കിലും കണ്ട അതിൻ്റെ ബാക്കിൽ പോവുക, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. ലാസ്റ്റ് തിരിച്ച് വരണമല്ലോ, റോപ്പ് വേൻ്റെ അവിടെ വരണമല്ലോ. അതിനായിട്ട് നോക്കിയപ്പോൾ ഞാൻ എത്തിയത് ഒരു ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള ഒരു സ്ഥലത്താണ്. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഇനി തിരിച്ചത്രയും നടക്കാൻ വയ്യ. അപ്പോൾ പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഓടി വരാമെന്ന്. ആകെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റേ ട്രക്കിംഗ് ഷൂ അല്ലെങ്കിൽ ഗ്രിപ്പുള്ള ഷൂ ആയിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് പോയാലും ഒന്നിക്കിൽ ഐസിലായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കും, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല.
പക്ഷെ അങ്ങനെ വീഴൊന്നും ചെയ്യാണ്ട് എങ്ങനെയൊക്കെയോ കറക്റ്റ് ലാൻഡ് ചെയ്തു. വീഡിയോയിൽ ആ സ്റ്റീപ്നെസ് മനസ്സിലാവുന്നില്ല, പക്ഷെ ശരിക്കും നല്ല സ്റ്റീപ്പായിരുന്നു ഗൈസ്. പിന്നെ വേറൊരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ ഐസൊക്കെ മെൽട്ടായി തുടങ്ങിയത് കൊണ്ട് തന്നെ അവിടെയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചെളി പോലെയായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് ചില സ്ഥലത്ത് കാല് വയ്ക്കുമ്പം സ്ലിപ്പായി പോവുക, അങ്ങനത്തെയും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തിരിച്ച് ഞാൻ റോപ്പ് വേ എടുത്ത് താഴത്തേക്ക് എത്തി. ഈ റോപ്പ് വേ എന്നുള്ള വ്യൂവും അടിപൊളിയാണ്. അതിപ്പോൾ താഴേക്കാണെങ്കിലും അതെ, മേലോട്ടേക്കുള്ളതാണെങ്കിലും അതെ. ഇവിടെ നിന്നാണെങ്കിൽ നമുക്ക് കുറേ മൗണ്ടെയ്നേഴ്സ് ഇങ്ങനെ ഈ റോപ്പ് വേ എടുക്കാണ്ട് സൈക്കിൾ യൂസ് ചെയ്ത് വരുന്നത് കാണാം. താഴെ എത്തിയത് ഞാനൊരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു. അപ്പോഴാണ് എനിക്ക് കുറച്ചൊരു എനർജി വന്നത്. റോപ്പ് വേൻ്റെ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് നല്ല വഴിയാണ്, റോഡ് വഴിയാണ് ഇറങ്ങിയത്. അല്ലാണ്ട് നമ്മൾ വന്നതുപോലെ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെയല്ല. കാരണം കയറാനേ കഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇറങ്ങേണ്ട കാര്യം പറയണ്ടല്ലോ, മൂക്കും കുത്തി താഴെ കിടക്കും. ഈവൻ ദോ റോഡ് വഴിയാണ് ഇറങ്ങിയതെങ്കിലും നല്ല സീനറീസ് ആയിരുന്നു ഇവിടെയും. സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ പല പല ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു പ്ലസൻറ്റ് ഫീലിംഗ് ആയിരുന്നു കാണാനും നടക്കാനൊക്കെ ആയിട്ട്. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ ക്ലോസ്ഡ് എന്ന് കാണിച്ചത് കൊണ്ട് ഈ മൗണ്ടെയ്നേഴ്സ് അല്ലാണ്ട് വേറെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് എന്തായാലും വർത്ത് വിസിറ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. വിൻ്ററിൽ വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കും തോന്നുന്നുണ്ട്. പറ്റെങ്കിൽ വിൻ്ററിൽ വരാൻ നോക്കണം. ഒരു 3:30 ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻ. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. സോ ഇനി ഞാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ കൈൻഡ് ഓഫ് ഫ്രാൻസിൻ്റെയും സ്വിറ്റ്സർലാൻഡിൻ്റെയും ബോർഡറിലാണ്. അപ്പോൾ ഒരു സർക്കിളുണ്ട്, അപ്പുറത്തെ സ്വിറ്റ്സർലാൻഡ് ഇപ്പുറത്തെ ഫ്രാൻസ്. സോ അവിടേക്കാണ് ഞാനിനി പോകുന്നത്. അപ്പോൾ അവിടെ കാണിച്ചു തരാം. അങ്ങനെ നല്ല ടൈമിംഗ് ആയിരുന്നു. ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ മുന്നിൽ ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം ബസ്സിൻ്റെ ഫ്രീക്വൻസി ഒക്കെ കുറവാണ്. വീക്കെൻഡ്സിൽ പറയേ വേണ്ട, നല്ല കുറവാണ്. സോ ഇതാണ് ആ ഒരു സർക്കിൾ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു പേരും കൂടി ഉണ്ട്. ഇതിനാണ് കാർ കൊളൈഡർ എന്നാണ് ഇവിടെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജംഗ്ഷൻ മാതിരിയാണ്. അപ്പോൾ ഒരു 6 വേസോ അങ്ങനെ കുറേ 8 വേസോ അങ്ങനെ കുറേ ഉണ്ട് ഇത്. അപ്പോൾ ഇവിടെ എപ്പോഴും ആൾക്കാർ വന്നിട്ട് ലൈക്ക് എൻ്റർ ചെയ്യുന്നത് ഒരു വഴി, ഇതുപോലെ എക്സിറ്റ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് കൺഫ്യൂഷൻ ആവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കാർ ആക്സിഡൻറ്റ്സ് ഇവിടെ കുറേ നടക്കുന്നുണ്ട് അത്രേ. അതുകൊണ്ടാണ് ഇവിടെ കാർ കൊളൈഡർ എന്നുള്ളൊരു പേര് വന്നത്. അത് എത്രത്തോളം സത്യസന്ധമായ കാര്യമാണെന്ന് അറിയില്ലെങ്കിലും ശരിക്കുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തന്നെയാണ് ലാർജ് ഹെഡ്രോൺ കൊളൈഡർ ഉള്ളത്. അങ്ങനെ ഞാൻ കുറേ നടന്നിട്ട് വൈൻയാർഡ്സ് കാണാൻ വേണ്ടി പോയി. ഇതതിൻ്റെ സീസണൊന്നും അല്ല, സീസണൊക്കെ ആവുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും കാണാൻ വേണ്ടി പോയി. ഇത് കണ്ടോ, ഈ ഒരു സൈഡെന്ന് പറയുന്നത് ഫ്രാൻസ് സൈഡും മറ്റേ സൈഡെന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡും ആണ്. പിന്നെ ഇവിടെ വേറെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ അടിപൊളി വണ്ടികൾ കാണാൻ പറ്റും. അതിപ്പം ബൈക്സ് ആണെങ്കിലും അതെ, കാറാണെങ്കിലും അതെ, വിൻറ്റേജ് മോഡൽസൊക്കെ സൂപ്പറാണ് ഇവിടുത്തെ. ഈ കാണുന്നത് സേണിൻ്റെ വൺ ഓഫ് ദി എൻട്രൻസസ് ആണ്. ഇവിടെയൊക്കെ സീസണായ നിറച്ച് ക്ലൈംബേഴ്സ് ആയിരിക്കും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. എനിക്ക് ഇമാജിൻ ചെയ്യാം എത്രത്തോളം ഭംഗിയുണ്ടെന്ന്. സോ ഇതിൻ്റെ ഒരു സൈഡ് ഫ്രാൻസാണ്, ഇപ്പുറത്തെ സൈഡ് സ്വിറ്റ്സർലാൻഡാണ്. ഇറ്റ്സ് സോ നൈസ് നോ ബീയിങ് ഇൻ ദ ബോർഡർ. ഓരോന്നിനും ഓരോ ഭംഗിയാണ്. രാവിലെ മൗണ്ടെയിനിൽ പോയപ്പോൾ അതിനൊരു ഭംഗി, ഇതിലിപ്പോൾ ഇവിടെ ഇതിനൊരു ഭംഗി. അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതിലൂടെ നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മൊത്തം സ്പേസ് നമുക്ക് എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ, അതുപോലെയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലും ടയേർഡ്നെസ് ഒന്നും ഞാൻ ഫീലേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും ഞാനൊരു ഡ്രീമി വേൾഡിലായിരുന്നു ഇതിലൂടെ നടക്കുമ്പം. പാട്ടൊക്കെ കേട്ട് നടക്കാൻ അടിപൊളിയായിരുന്നു. കണ്ടോ, ആൾക്കാരേ ഇല്ല, ഫുൾ പച്ചപ്പും ഹരിതാഭയും. പിന്നെ അവിടെ ഇവിടെ കുറച്ച് ബിൽഡിങ്ങും, ഇവിടെ നിന്ന് നോക്കിയാൽ മൗണ്ടെയ്ൻസും സണ്ണും. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയണ്ടേ, എനിക്ക് എത്രത്തോളം ഈ ബ്യൂട്ടി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ റിയലി എൻജോയ്. ചിലപ്പോൾ എനിക്ക് തോന്നും ഈ ഓവർ ഹൈപ്ഡ് സ്ഥലങ്ങളിൽ പോകുന്നതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടോ അങ്ങനെ, അല്ലെങ്കിൽ ലോക്കൽസിൻ്റെ അടുത്ത് ചോദിച്ചിട്ടോ കണ്ടുപിടിക്കുന്ന സ്ഥലത്തിൽ നടക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ മച്ച് മോർ ബെറ്റർ ആയിട്ട് തോന്നാറ്. ഇവിടെ മാത്രമല്ല, ഇൻ ജനറൽ. സോ ഇത്രയ്ക്ക് ഇന്നത്തെ വീഡിയോ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ഇറ്റ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.